നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യൂണിവേഴ്സിറ്റികൾ അറിവിന്റെ ക്ഷേത്രങ്ങളാവണമെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. അറിവ് എല്ലാത്തരം വിഹുലതകളെയും അകറ്റുമെന്നും പത്മനാഭൻ. മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്നും കളക്ടർ. കാസർകോട്ടെ ജനങ്ങൾ കുടിക്കുന്നത് ഉപ്പുവെള്ളം. പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉപ്പുകറുക്കൽ സമരം സംഘടിപ്പിച്ചു. ഹോട്ടലിലെ ഭക്ഷണത്തിൽ സിഗരറ്റ് കുറ്റി കണ്ടെത്തിയ സംഭവം. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ സംഘർഷം. കടൽക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂരിൽ വീണ്ടും ഇടതുകാറ്റ് വീശുമോ? വോട്ടർമാരുടെ മനം മാറ്റം പ്രതീക്ഷിച്ച് UDF. വാർത്തകൾ വിശദമായി. യൂണിവേഴ്സിറ്റികൾ അറിവിന്റെ ക്ഷേത്രങ്ങളാവണമെന്ന് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പുസ്തകോത്സവം നടക്കുന്നത്. പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെ വെളിച്ചം നാട്ടുകാർക്ക് നൽകുന്നതിലും അപ്പുറത്തായി സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ജനങ്ങളെ സജ്ജരാക്കുവാനും ഈ ഗ്രന്ഥാലയങ്ങളെല്ലാം വളരെയധികം സേവനം ചെയ്യുകയുണ്ടായി. എന്നാൽ തിരുക്കൊച്ചിയിൽ അവിടുത്തെ അധീശ ഗവൺമെൻറ്റിന് സേവ ചെയ്യുവാനായിരുന്നു അവിടുത്തെ ഗ്രന്ഥാലയങ്ങളും ഗ്രന്ഥാലയങ്ങളുടെ തലപ്പത്തിരിക്കുന്ന പ്രവർത്തകരും ഉദ്യുക്തരായത് എന്നാണ് പിരപ്പൻകോട് മുരളി സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനുള്ള ധാരാളം തെളിവുകൾ അദ്ദേഹവും ആ നാട്ടുകാരൻ തന്നെയാണ്. ചടങ്ങിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ അമീബയുടെ സംവിധായകൻ മനോജ് കാനയ്ക്ക് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N ഉണ്ണികൃഷ്ണൻ, PVK പനയാൽ തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി പ്രശസ്ത നാടക സിനിമ പിന്നണി ഗായകൻ VT മുരളി ONV അനുസ്മരണം നടത്തും. സമകാലീന സാംസ്കാരിക സംഭവവികാസങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സെമിനാർ, ലൈബ്രറി പ്രവർത്തക സംഗമം, നാടകാവതരണം, ഗാനാലാപന മത്സരം എന്നിവ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടത്തും. 60ഓളം സ്റ്റാളുകളാണ് പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഞായറാഴ്ച നടക്കുന്ന സമാപന പരിപാടി ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിലവിൽ വന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് കളക്ടർ E ദേവദാസൻ. പൊതുസ്ഥലങ്ങളിലെ പ്രചരണ സാമഗ്രികൾ മാർച്ച് 14-നകം നീക്കം ചെയ്യണം. പെരുമാറ്റച്ചട്ടം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കളക്ടർ. കളക്ടറേറ്റിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. 14-നകം പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്യാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് നീക്കം ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പുതിയ പദ്ധതി പ്രഖ്യാപിക്കാനും പുതിയ പ്രവൃത്തി തുടങ്ങാനും പാടില്ല. തുടങ്ങിയവ പൂർത്തിയാക്കുന്നതിന് തടസ്സമില്ല. സർക്കാർ സ്ഥാപനങ്ങളിൽ പുതിയ നിയമനവും പാടില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കർശന വിലക്കുണ്ട്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ പേരുകൾ തള്ളുന്നത് നോട്ടീസ് കൊടുത്ത ശേഷം മാത്രമായിരിക്കും. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്തവരുടെ പട്ടിക താലൂക്ക് നോട്ടീസ് ബോർഡുകളിൽ പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ച മുഴുവൻ അപേക്ഷകളിലും അന്വേഷണം നടത്തി ബൂത്ത് തല ഉദ്യോഗസ്ഥർ അടിയന്തരമായി ബന്ധപ്പെട്ട തഹസിൽദാർമാരെ തിരികെ ഏൽപ്പിക്കണമെന്നും കളക്ടർ അറിയിച്ചു. കാസർഗോഡ് പ്രദേശത്തെ ജനങ്ങളെ ഉപ്പുവെള്ളം കുടിപ്പിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. ഇതിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉപ്പുകുറുക്കൽ സമരം സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം.
വാട്ടർ അതോറിറ്റിയുടെ ബാവിക്കരയിലുള്ള പദ്ധതി പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനുള്ള താൽക്കാലിക തടയണ പൂർത്തിയാക്കുന്നത് ഉപ്പുവെള്ളം മുഴുവൻ കയറിയ ശേഷമാണ്. കാസർഗോഡ് നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളോട് ഗവൺമെന്റ് കാണിക്കുന്ന നിഷേധാത്മക നയത്തിനെതിരെയാണ് ഡിവൈഎഫ്ഐ ഉപ്പുകുറുക്കൽ സമരം സംഘടിപ്പിച്ചത്. ഉപ്പുവെള്ളം കുടിക്കുന്നു, കണ്ണു തുറക്കൂ ഭരണക്കാരെ, നിങ്ങളിത് കാണുന്നില്ലേ? ഇൻകുലാബ് സിന്ദാബാദ്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ സമരം ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഗവൺമെന്റിന്റെ മനോഭാവം? കഴിഞ്ഞ കാസർഗോഡ് നടന്ന ബഹുജന സമ്പർക്ക പരിപാടിയിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു, കാസർഗോഡ് ജനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മുമ്പാകെ നിവേദനവുമായി പരാതിയുമായി ചെന്നപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞാനിതാ ഇപ്പൊ ശരിയാക്കി തരാം. ഉമ്മൻചാണ്ടിയുടെ മുമ്പാകെ ഏത് വിഷയമായി പോയി കഴിഞ്ഞാലും എല്ലാവരോടും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. വെള്ളാനകളുടെ നാട് കണ്ട സിനിമയിലെ കുതിരവട്ടം പപ്പു എന്താണോ പറയുന്നത്, അതുപോലെയാണ് ഉമ്മൻചാണ്ടി എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്നത്. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ശരിയാക്കിയോ? പി ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പരിപാടി. കുടിവെള്ള പ്രശ്നം പരിഹരിച്ച ശേഷം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയുള്ളൂവെന്ന് MLA പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഉപ്പുവെള്ളമാണ്. തടയണ നിർമ്മാണം യഥാസമയം പൂർത്തീകരിക്കാൻ കഴിയാത്തതാണ് ഉപ്പുവെള്ളം കയറാൻ ഇടയായത്. മുൻകാലങ്ങളിൽ ഫെബ്രുവരി 2ാം വാരത്തിൽ പൂർത്തീകരിച്ചിരുന്ന തടയണ നിർമ്മാണം ഇപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ നിഷേധാത്മക നയം തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി ഡിവൈഎഫ്ഐ മുൻപോട്ടു പോകുമെന്ന് നേതാക്കൾ ഓർമ്മപ്പെടുത്തി. ഹോട്ടലുകളിലും ബേക്കറികളിലും ആഹാര പദാർത്ഥങ്ങളിൽ അഴുകിയ സിഗരറ്റ് കുറ്റിയും മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെത്തുന്നത് തുടർക്കഥയാവുന്നു. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ നൂഡിൽസിൽ സിഗരറ്റ് കുറ്റി കണ്ടെത്തിയത് സംഘർഷത്തിന് ഇടയാക്കി. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ ദേശീയപാതയ്ക്കരികിലുള്ള ഹോട്ടലിൽ നിന്നാണ് ആഹാര പദാർത്ഥത്തിൽ സിഗരറ്റ് കുറ്റി കണ്ടെത്തിയത്. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരും നാട്ടുകാരും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇതേ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തുകയും UP സ്വദേശികളായ ഹോട്ടൽ ജീവനക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിവരം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതിയുണ്ട്. ഹോട്ടൽ താൽക്കാലികമായി സീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 8 മണിയാകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു സംഗമത്തിൽ. പിന്നെ ഇവിടെ കഴിക്കുമ്പോൾ സിഗരറ്റാണ് കിട്ടിയത്. സ്പെഷ്യലായിട്ട് സിഗരറ്റാണ് തന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സിഗരറ്റാണ് കിട്ടിയത്. കഴിച്ചിട്ട് പകുതിയാകുമ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പാണ് തുടർ നടപടി എടുക്കേണ്ടതെന്നും ക്രമസമാധാന പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇടപെട്ടതെന്നും പോലീസ് പറഞ്ഞു. നേരത്തെ മഞ്ചേശ്വരം ഉദ്യാവാരയിലെ ബേക്കറിയിൽ നിന്നും വാങ്ങിയ പപ്സിൽ ബീഡിക്കുറ്റി കണ്ടെത്തിയിരുന്നു. ഹോട്ടലുകളിലെയും ബേക്കറികളിലെയും ശുചിത്വം ഉറപ്പാക്കുന്നതിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടാകുന്നുവെന്നതിന്റെ തെളിവുകളാണ് ഇത്തരം സംഭവങ്ങൾ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കസബ കടപ്പുറത്തായിരുന്നു പരിപാടി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. ജില്ലയുടെ കടലോരത്ത് സുനാമി പോലുള്ള ദുരന്തം സംഭവിച്ചാൽ ദുരന്തമുഖത്ത് കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് സേനകളെ സജ്ജമാക്കുന്നതിനും ദുരന്തം സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിനുമാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. കളക്ടറുടെ ചേംബറിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളുടെ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനപ്രകാരമാണ് വെള്ളിയാഴ്ച കസബ കടപ്പുറത്ത് മോക്ക് ഡ്രിൽ അരങ്ങേറിയത്. തീരദേശ പോലീസ് ഇൻസ്പെക്ടർ CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കസബ കടപ്പുറത്ത് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസയുടെ നിർദ്ദേശം ലഭിച്ച ഉടനെ തന്നെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ താലൂക്ക് ആസ്ഥാനത്ത് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. കസബ കടപ്പുറത്ത് റവന്യൂ, പോലീസ്, ആരോഗ്യം, PRD, ഫയർഫോഴ്സ്, ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തി. തീരദേശത്തുള്ളവരെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റി. കടലിലായിരുന്ന മത്സ്യബന്ധന ബോട്ടുകളെ തിരിച്ചു വിളിച്ചു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ, സബ് കളക്ടർ മൃണ്മയ് ജോഷി ശശാങ്ക്, ഡെപ്യൂട്ടി കളക്ടർ B. അബ്ദുൽ നാസർ, ഫിനാൻസ് ഓഫീസർ K. കുഞ്ഞമ്പു നായർ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KJ സൈറസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ, വെള്ളരിക്കുണ്ട് അഡീഷണൽ തഹസിൽദാർ K. അംബുജാക്ഷൻ തുടങ്ങിയവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. നാട്ടിൽ തെങ്ങ് കയറാൻ ആളെ കിട്ടാതായതോടെ തെങ്ങ് കയറ്റം പരിശീലിക്കാൻ ആളുകളുടെ തിരക്ക്. ചെറുവത്തൂർ തിമിരിയിൽ നാളികേര വികസന ബോർഡിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച തെങ്ങുകയറ്റ പരിശീലനത്തിൽ ഒട്ടനവധി ആളുകൾ പങ്കെടുത്തു. ഉണങ്ങിക്കിടന്നാലും തെങ്ങിൽ നിന്നും തേങ്ങകൾ പറിച്ചെടുക്കാൻ ആളെ കിട്ടാനില്ല.
നാട്ടിലുള്ള ഒന്നോ രണ്ടോ തെങ്ങ് കയറ്റക്കാരെ കണ്ടുകിട്ടണമെങ്കിൽ തന്നെ ദിവസങ്ങളുടെ അന്വേഷണം വേണം. അങ്ങനെ സഹികെട്ട് നിൽക്കുമ്പോഴാണ് നാട്ടിൽ തെങ്ങ് കയറ്റ പരിശീലനം നടക്കുന്നത്. മറ്റൊന്നും ആലോചിക്കാതെ പലരും പരിശീലനത്തിനെത്തി. ദിവസങ്ങൾക്കുള്ളിൽ യന്ത്രമുപയോഗിച്ച് തെങ്ങ് കയറ്റം പഠിച്ചെടുത്തു. തിമിരി നാളികേര ഉൽപ്പാദക ഫെഡറേഷൻ നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ സംഘടിപ്പിച്ച തെങ്ങ് കയറ്റ പരിശീലനത്തിലാണ് നിരവധി പേർ പങ്കെടുത്തത്. പുരുഷന്മാർക്കൊപ്പം 3 സ്ത്രീകളും തെങ്ങ് കയറ്റം പഠിക്കാനെത്തി. 6 ദിവസം കൊണ്ട് പരിശീലനം പൂർത്തിയായി. വെള്ളരിക്കുണ്ടിലെ സോണി അഗസ്റ്റിനായിരുന്നു പരിശീലകൻ. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സൗജന്യമായി തെങ്ങ് കയറ്റ യന്ത്രവും നൽകി. പരിശീലന പരിപാടി സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ടി ലക്ഷ്മണൻ, മാമുനി കൃഷ്ണൻ, കെ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കൊടിപ്പൂരം. ചരിത്രം മാറാത്ത ചെങ്കോട്ട, എന്നും ഇടതിനെ തുണച്ച തൃക്കരിപ്പൂർ. ആധിപത്യം ഉറപ്പിക്കാൻ LDF കച്ചകെട്ടുമ്പോൾ അട്ടിമറി പ്രതീക്ഷിച്ച് UDF. പാർട്ടി ഗ്രാമം എന്ന വാക്കിനെ വിശ്വാസവും ആത്മാർത്ഥതയും കൊണ്ട് അന്വർത്ഥമാക്കിയവരാണ് തൃക്കരിപ്പൂർ. ജില്ലയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് കോട്ടയായ തൃക്കരിപ്പൂരിൽ നിന്ന് ഓരോ തെരഞ്ഞെടുപ്പിലും ജയിച്ചു കയറുന്നത് CPM സ്ഥാനാർത്ഥികൾ മാത്രം. CPMന്റെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിൽ അട്ടിമറി സൃഷ്ടിക്കാമെന്ന കണക്കുകൂട്ടലിൽ ഓരോ വട്ടവും പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്ന UDFന്റെ മനസ്സിൽ ഇത്തവണയും അട്ടിമറി മോഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആവേശപ്പോരിനൊരുങ്ങുകയാണ് തൃക്കരിപ്പൂർ. 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ CPM രംഗത്തിറക്കിയത് യുവനേതാവ് P കരുണാകരനെയായിരുന്നു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി KECയിലെ PT ജോസിനെ അദ്ദേഹം 6120 വോട്ടുകൾക്ക് തോൽപ്പിച്ച് നിയമസഭയിലെത്തി. P കരുണാകരൻ 38,632 വോട്ടുകൾ നേടിയപ്പോൾ ജോസിന് 32,512 വോട്ടുകളാണ് ലഭിച്ചത്. 1980 P കരുണാകരൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായപ്പോൾ കോൺഗ്രസിലെ യുവതുർക്കി KP കുഞ്ഞിക്കണ്ണനായിരുന്നു UDFനു വേണ്ടി കോട്ട പിടിക്കാൻ ഇറങ്ങിയത്. എന്നാൽ CPMന്റെ ശക്തമായ അടിത്തറയ്ക്ക് മുന്നിൽ കുഞ്ഞിക്കണ്ണനും കാലിടറി. 15,617 വോട്ടുകൾക്ക് P കരുണാകരൻ വീണ്ടും വിജയക്കൊടി നാട്ടി. കരുണാകരൻ 47,643 വോട്ടുകൾ നേടിയപ്പോൾ കുഞ്ഞിക്കണ്ണൻ ലഭിച്ചത് 32,026 വോട്ടാണ്. 1982 CPMന്റെ പ്രമുഖ നേതാവ് O ഭരതനു വേണ്ടി ഈ സീറ്റ് മാറ്റിവെച്ചു. ഭരതന്റെ എതിരാളി KCJയിലെ KT മത്തായി ആയിരുന്നു. 12,202 വോട്ടുകൾക്ക് മത്തായിയെ തോൽപ്പിച്ച O ഭരതനും തൃക്കരിപ്പൂരിന്റെ ചുമന്ന മണ്ണിൽ ചെങ്കൊടി നാട്ടി. O ഭരതനെ മത്സരിപ്പിച്ച് ശ്രദ്ധേയമായ മണ്ഡലത്തിന് 1987 EK നായനാരെ രംഗത്തിറക്കിക്കൊണ്ട് വീണ്ടും ഗ്ലാമർ പരിവേഷം നൽകി. നായനാർ എന്ന ജനകീയ നേതാവിനെ നേരിടാൻ കോൺഗ്രസ് രംഗത്തിറക്കിയത് K കുഞ്ഞികൃഷ്ണനെയായിരുന്നു. നായനാർ 56,037 വോട്ടും കുഞ്ഞികൃഷ്ണൻ നേടിയത് 49,620 വോട്ടുകളുമാണ്. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ 6,417 വോട്ടുകൾക്ക് നായനാർ ജയിച്ചു കയറി. 1991 നായനാരെ തന്നെ CPM രംഗത്തിറക്കി. പ്രമുഖ അഭിഭാഷകനായ CK ശ്രീധരനെ എതിർ സ്ഥാനാർത്ഥിയാക്കി നോക്കാൻ കോൺഗ്രസും ശ്രമിച്ചു. കഴിഞ്ഞ തവണത്തെ മികച്ച പോരാട്ടമായിരുന്നു UDFന് പ്രതീക്ഷ പകർന്നത്. എന്നാൽ 14,332 വോട്ടുകളുടെ വ്യക്തമായ മാർജിനിൽ നായനാർ ജയിച്ചു. നായനാർക്ക് 69,437 വോട്ടുകൾ ലഭിച്ചപ്പോൾ CK ശ്രീധരന്റെ വോട്ടുകളുടെ എണ്ണം 55,105 ഒതുങ്ങി. 1996 DYFI നേതാവ് KP സതീഷ് ചന്ദ്രനെയാണ് നായനാർക്ക് പകരം CPM രംഗത്തിറക്കിയത്. കോൺഗ്രസിലെ സോണി സെബാസ്റ്റ്യനായിരുന്നു മുഖ്യ എതിരാളി. 15,748 വോട്ടിന്റെ തകർപ്പൻ ഭൂരിപക്ഷത്തിന് സതീഷ് ചന്ദ്രൻ സോണി സെബാസ്റ്റ്യനെ തോൽപ്പിച്ചു. സതീഷ് ചന്ദ്രൻ 71,234 വോട്ടുകൾ നേടിയപ്പോൾ സോണി സെബാസ്റ്റ്യന് ലഭിച്ചത് 55,484 വോട്ടുകളായിരുന്നു. 2001 CPM സ്ഥാനാർത്ഥിയായി സതീഷ് ചന്ദ്രൻ തന്നെ വീണ്ടും രംഗത്തെത്തി. ഇത്തവണ കരിമ്പിൽ കൃഷ്ണനാണ് UDF സ്ഥാനാർത്ഥിയായി എത്തിയത്. എന്നാൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് സതീഷ് ചന്ദ്രൻ വീണ്ടും നിയമസഭയിലെത്തി. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ UDFന് ഭൂരിപക്ഷമുള്ളത് പ്രധാനപ്പെട്ട 2 പഞ്ചായത്ത് തൃക്കരിപ്പൂരും ഈസ്റ്റ് എളേരുമാണ്. വെസ്റ്റ് എളേരിൽ ഒരു ചെറിയ ഭൂരിപക്ഷമാണ്. ബാക്കി എല്ലാ പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിന് നിർണായകമായ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളാണ്. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ പൊളിറ്റിക്കലാണ് 100%. അപ്പം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് അതൊന്നും അവിടെ ബാധിക്കുന്നില്ല. മികച്ച ഭൂരിപക്ഷത്തിന് തൃക്കരിപ്പൂരിൽ LDF ജയിക്കും. കഴിഞ്ഞ തവണത്തെ 15,748 ഭൂരിപക്ഷം ഇത്തവണ 17,009 ഉയർന്നു.
2006 സതീഷ് ചന്ദ്രനെ മാറ്റി CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ കുഞ്ഞിരാമനാണ് സ്ഥാനാർത്ഥിയായത്. എങ്ങനെയെങ്കിലും മണ്ഡലം പിടിച്ചെടുക്കണമെന്ന് കണക്കുകൂട്ടിയ കോൺഗ്രസ് ഇത്തവണ ഒരു പുതുമുഖത്തെയായിരുന്നു അവതരിപ്പിച്ചത്. JCI ഇന്റർനാഷണൽ ട്രെയിനറായ അഡ്വക്കേറ്റ് AV വാമനകുമാറിനെ രംഗത്തിറക്കി കോൺഗ്രസ് ഒരു പരീക്ഷണം നടത്തി നോക്കി. എന്നാൽ പാർട്ടി ഗ്രാമത്തിലെ ശക്തമായ അടിത്തറയ്ക്കു മുന്നിൽ വാമനകുമാറിന് ഒന്നും ചെയ്യാനായില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 23,828 വോട്ടുകൾക്ക് കുഞ്ഞിരാമൻ ജയിച്ചു കയറി. 2006 കെ കുഞ്ഞിരാമൻ രണ്ടാം ഊഴത്തിനിറങ്ങിയപ്പോൾ എതിരാളിയായി എത്തിയത് കോൺഗ്രസ് നേതാവ് KV ഗംഗാധരനായിരുന്നു. ഭൂരിപക്ഷം കുറച്ചതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ KV ഗംഗാധരനും ആയില്ല. 8,765 വോട്ടുകൾക്ക് കുഞ്ഞിരാമൻ വീണ്ടും ജയിച്ചു കയറി. ഇത്തവണയും തങ്ങളുടെ കുത്തക നിലനിർത്താൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് CPMനുള്ളത്. കാർത്തിക നാൾ അടുത്തെത്തിയതോടെ ഗ്രാമങ്ങൾ പൂരോത്സവ ലഹരിയിലേക്ക്. ചെറുത്തൂർ മൈച്ച വെങ്ങാട്ട് വയൽക്കര ഭഗവതി ക്ഷേത്ര പരിധിയിൽ നടന്ന ചങ്ങാത്തം ചോദിക്കൽ പൂരാഘോഷത്തിലെ സവിശേഷ ചടങ്ങായി. പൂരക്കളിയുടെ പരിശീലന പന്തലിൽ നിന്നാണ് ചങ്ങാത്തം ചോദിക്കൽ ചടങ്ങിന് തുടക്കം കുറിച്ചത്. വെങ്ങാട്ട് ഗ്രാമത്തിലാണ് ഈ വർഷം പന്തൽ ഒരുക്കിയിട്ടുള്ളത്. വെങ്ങാട്ടെ സജിത്താണ് ഇത്തവണ ചടങ്ങിനായി ചല്ലനും ചൊറയും ധരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ ചങ്ങാത്തം ചോദിച്ചുകൊണ്ടുള്ള സംഘം യാത്ര തിരിച്ചു. ഒരു ദിവസം കൊണ്ട് ക്ഷേത്രപരിധിയിലെ വീടുകളിലേക്ക് ഇവർ ഓടിയെത്തി. ആർപ്പുവിളികളോടെയാണ് സംഘത്തിന്റെ സഞ്ചാരം. ചങ്ങാതി ചോദിക്കൽ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ നമ്മുടെ വീടുകളിൽ പൂരം അറിയിക്കുക എന്നുള്ളതാണ്. ഇനി പൂരത്തിന് ഇത്ര നാളുകളേ ഉള്ളൂ. നമ്മൾ പൂരം വന്നു എന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഈ ചങ്ങാതി ചോദിക്കൽ ചടങ്ങ് നമ്മുടെ. ഇത് ഈ ക്ഷേത്ര അറകളിൽ വെച്ച് 2 അറകളിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് തുരുത്തി കടകത്തിലും ഒന്ന് മൈച്ച ശ്രീ വയൽക്കര ഭഗവതി ക്ഷേത്രം. വീട്ടുമുറ്റത്ത് ചാണകം തെളിച്ച് ഭക്തിപൂർവ്വമാണ് വീട്ടുകാർ സംഘത്തെ വരവേറ്റത്. ഇവർക്കായി വീടുകളിൽ ഭക്ഷണവും ഒരുക്കി വയ്ക്കും. പയർ, കടല എന്നിവ പുഴുങ്ങിയതും ചോറ്, കഞ്ഞി എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളുമാണ് വീടുകളിൽ ഒരുക്കി വയ്ക്കുക. പോകുന്ന വഴികളിലുള്ള പുഴകൾ നീന്തിയാണ് സംഘം വീടുകളിലെത്തിയത്. 1000-ഓളം വീടുകളിൽ കയറി പൂരസന്ദേശം അറിയിച്ച സംഘം വൈകുന്നേരത്തോടെയാണ് പന്തലിലേക്ക് മടങ്ങിയെത്തിയത്. വിന്നേഴ്സ് ബേഡകം സംഘടിപ്പിക്കുന്ന ബേഡകം സെവൻസ് മാർച്ച് 12 മുതൽ ആരംഭിക്കുമെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബേദടുക്ക ന്യൂ GLP സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുക. മുൻ ഇന്ത്യൻ താരം IM വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാരക്കുന്ന് സുലൈമാൻ മെമ്മോറിയൽ ട്രോഫിക്കും ക്യാഷ് അവാർഡിനും കരിമ്പാലക്കാൽ KV കുഞ്ഞിരാമൻ മെമ്മോറിയൽ ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള KM സുരേഷ് മെമ്മോറിയൽ ബേഡകം സെവൻസിനാണ് മാർച്ച് 12-ന് തുടക്കമാവുന്നത്. ഫൈനൽ മാർച്ച് 24-ന് നടക്കുമെന്നും ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. ബേദടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ആദ്യമായി ബേദടുക്കത്തെത്തുന്ന ഉദ്ഘാടകനായ മുൻ ഇന്ത്യൻ താരം IM വിജയനെ സ്വീകരിക്കാൻ നാട് തയ്യാറെടുക്കുകയാണ്. ആയിരങ്ങൾക്ക് കളി കാണാനുള്ള ഗ്യാലറിയുടെ നിർമ്മാണം പൂർത്തിയായതായും ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ, നമുക്കറിയാം കേരളത്തിൻ്റെ അഭിമാനം, നമ്മുടെ സ്വന്തം അഹങ്കാരമായ നമ്മുടെ കറുത്ത മുത്തായ ശ്രീ IM വിജയനാണ്. നമ്മുടെ ലക്ഷ്യം തന്നെ മലയോര മേഖലകളിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഫുട്ബോൾ പ്രകടനം, അതുപോലെ തന്നെ ഒരു ഫുട്ബോളിൻ്റെ സംസ്കാരം വളർത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി ജില്ലയിലെ 12ഓളം ടീമുകൾ, അതിൽ തന്നെ നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും സംസ്ഥാനത്തിന് പുറത്തുള്ള കർണാടക യൂണിവേഴ്സിറ്റിയിലെ താരങ്ങളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ വിജയകൃഷ്ണൻ മാസ്റ്റർ, BK അബ്ബാസ്, T അപ്പ, PV വിജയൻ നായർ, രതീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഹോസ്തുഗ് ഉപജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി KC ഹരികൃഷ്ണൻ ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സ്വന്തമായി നിർമ്മിക്കുന്ന ഹോസ്തുർഗ് ഉപജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ശിലാസ്ഥാപന ചടങ്ങ് നടന്നു. KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി KC ഹരികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. K മോഹനൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, K രാഘവൻ, ശ്രീദേവി, K പവിത്രൻ, മീനാകുമാരി, K ശാന്തകുമാരി,
ദിലീപ് കുമാർ, സദാനന്ദൻ, എം ബാലകൃഷ്ണൻ, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കമാവും. കൊടിമര ജാഥ പ്രയാണം ആരംഭിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 12 മുതൽ 14 വരെ തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കും. കാഞ്ഞങ്ങാട് ആകാശ് കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുന്നത്. ആധാരമെഴുത്ത് അസോസിയേഷൻ സ്ഥാപക നേതാവ് TV ഭരതന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും സമ്മേളനത്തിന് മുന്നോടിയായുള്ള കൊടിമര ജാഥ പ്രയാണം ആരംഭിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രവി, പഞ്ചായത്ത് അംഗം നളിനി, TV ബാലകൃഷ്ണൻ, മനോഹരൻ കൂവാത്ത്, V ശങ്കരൻ നമ്പൂതിരി, സുനിൽകുമാർ കൊട്ടറ, PR കുഞ്ഞിരാമൻ, PP കുഞ്ഞികൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് OM ദിനകരനാണ് ജാഥയ്ക്ക് നേതൃത്വമേകുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ വിളംബര ജാഥ നടന്നു. പുതിയകോട്ട മാന്തോപ്പ് മൈതാനിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. ചെറുവത്തൂർ കാര്യങ്കോട്ടെ കബഡി താരം സന്തോഷ് വധക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന ആവശ്യവുമായി കർമ്മസമിതി രംഗത്ത് വന്നു. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 2015 ഡിസംബർ 7-നാണ് സന്തോഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാര്യങ്കോട്ടെ കബഡി താരം G സന്തോഷിനെ ബന്ധുകൂടിയായ മനോജാണ് കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തിയത്. സന്തോഷിന്റെ അമ്മയെ കാഞ്ഞങ്ങാട്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ച അവസരത്തിലായിരുന്നു സന്തോഷിനെ കൊലപ്പെടുത്തിയത്. സന്തോഷിന്റെ ഭാര്യ രഞ്ജുഷയും അമ്മയുടെ കൂടെ ആശുപത്രിയിലായിരുന്നു. സ്ഥിരമായി മദ്യപിച്ച് വഴക്കിടാറുള്ള സന്തോഷിനെ കൊലപ്പെടുത്താൻ മനോജിന് രഞ്ജുഷയുടെ കൂടി പ്രേരണയുണ്ടായതായി അന്വേഷണ സംഘം കണ്ടെത്തി. ആദ്യം ഇതൊരു സ്വാഭാവിക മരണമായി മാത്രമേ എല്ലാവരും കണ്ടിരുന്നുള്ളൂ. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനിടയിലാണ് ഇത് കൊലപാതകമാണെന്ന് വ്യക്തമായത്. തുടർന്ന് അന്വേഷണ സംഘത്തലവൻ TP സുമേഷ് ബന്ധുകൂടിയായ മനോജിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. രഞ്ജുഷയുമായി അടുപ്പത്തിലായിരുന്ന മനോജ് ഡിസംബർ 6-ാം തീയതി രാത്രിയാണ് സന്തോഷിനെ കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തിയത്. കേസിൽ മനോജും രഞ്ജുഷയും കാഞ്ഞങ്ങാട് സബ് ജയിലിൽ 2 മാസമായി റിമാൻഡിലാണ്. രഞ്ജുഷയ്ക്ക് കഴിഞ്ഞയാഴ്ച ജാമ്യം ലഭിച്ചിരുന്നു. ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചാൽ മാത്രമേ വിചാരണ ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂവെന്നും കർമ്മസമിതി യോഗം വിലയിരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂണിവേഴ്സിറ്റികൾ അറിവിന്റെ ക്ഷേത്രങ്ങളാവണമെന്ന് കഥാകൃത്ത് T പത്മനാഭൻ. അറിവ് എല്ലാത്തരം വിഹുലതകളെയും അകറ്റുമെന്നും പത്മനാഭൻ. മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്നും കളക്ടർ. കാസർകോട്ടെ ജനങ്ങൾ കുടിക്കുന്നത് ഉപ്പുവെള്ളം. പ്രതിഷേധവുമായി DYFI. DYFIയുടെ നേതൃത്വത്തിൽ ഉപ്പുകറുക്കൽ സമരം സംഘടിപ്പിച്ചു. ഹോട്ടലിലെ ഭക്ഷണത്തിൽ സിഗരറ്റ് കുറ്റി കണ്ടെത്തിയ സംഭവം. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ സംഘർഷം. കടൽക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ ദുരന്ത നിവാരണ സേന. സേനയുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂരിൽ വീണ്ടും ഇടതുകാറ്റ് വീശുമോ? വോട്ടർമാരുടെ മനം മാറ്റം പ്രതീക്ഷിച്ച് UDF. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.